Hi students, welcome to Reliant Academy. നമ്മളിപ്പോൾ LSTD AE എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നടത്തുന്നത്. എല്ലാവർക്കും അറിയാം AE എക്സാമിന് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. മിക്കപ്പോഴും ജിയോ ടെക്കിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ ഒരു മാർക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. നമ്മളത് പ്രോപ്പർ വേയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ്. സോ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് സോയിലിന് ബേസിക്കലി 3 എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. മെയിൻലി സോയിലിൽ വരുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഫൗണ്ടേഷൻ ആയാലും വേറെ ഏത് സ്ട്രക്ചേഴ്സ് ആയാലും അതിന് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി സോയിലിൻ്റെ ഈ 3 എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിരിക്കണം. സോ ദർ ആർ 3 എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതുകൂടാതെ കുറേയേറെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഈ 3 എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് അതുകൊണ്ട് ഡിസൈനിൽ ഉപയോഗിക്കുന്നില്ല, മറിച്ച് അത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ബേസിക്കലി പ്ലാസ്റ്റിക് ലിമിറ്റ്, ഷ്രിങ്കേജ് ലിമിറ്റ്, പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി, വോയിഡ് റേഷ്യോ പോലെയുള്ള കാര്യങ്ങളാണ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് കാണേണ്ടത്. അതാണ് ഇമ്പോർട്ടൻറ്റ്, അതാണ് ഡിസൈനിൽ ഉപയോഗിക്കുന്നത്. So there are 3 engineering properties of soil. 3 engineering properties. ഇതാണ് മെയിൻ ആയിട്ട് ഒരു സോയിൽ മെക്കാനിക്സ് ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട 3 പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെങ്ത് ആണ്. ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു സോയിലിൻ്റെ സ്ട്രെങ്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു സോയിലിന് ഒരു ലോഡ് താങ്ങാൻ എന്ന് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഷിയർ സ്ട്രെങ്ത് ആണ് അനലൈസ് ചെയ്യേണ്ടത്. സോ അതാണ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതിലെ 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സിയും ഫൈയും ആണ്, കൊഹേഷനും ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനും. രണ്ടാമത് വരുന്നത് എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. പെർമിയബിലിറ്റി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, വാട്ടർ കടത്തിവിടാൻ ഒരു സോയിലിനുള്ള ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെ ആണ്, കോഎഫിഷ്യന്റ് ഓഫ് പെർമിയബിലിറ്റി. ഷിയർ സ്ട്രെങ്ത്തും പെർമിയബിലിറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണും. പിന്നെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി. സോ ഷിയർ സ്ട്രെങ്ത് ആണ്. പെർമിയബിലിറ്റി വരുമ്പോൾ അത് വാട്ടർ പാസ് ചെയ്യാനുള്ള കഴിവാണ്. കംപ്രസിബിലിറ്റി വരുമ്പോൾ അവിടെ വരുന്നത് സോയില് സെറ്റിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയും. എത്രത്തോളം സോയിൽ സെറ്റിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഡീഫോം ചെയ്യുന്നു, ലോഡ് വരുമ്പോൾ എത്രത്തോളം അതൊന്ന് ഇരിക്കുന്നു, ഒരു താഴ്ന്നു പോകുന്നു, അതിനെയാണ് ബേസിക്കലി കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. സോ അത് നടക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് ത്രൂ ദ പ്രോസസ് ഓഫ് കൺസോളിഡേഷൻ. ത്രൂ ദ process of consolidation. കൺസോളിഡേഷൻ എന്ന് പറയുന്ന സോയിലിൽ നടക്കുന്ന പ്രോസസ്സ് വഴിയാണ് സോയിൽ കംപ്രസ് ആകുന്നത്. സോ കൺസോളിഡേഷൻ അനലൈസ് ചെയ്യുന്നതാണ് ബേസിക്കലി കംപ്രസിബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ കൺസോളിഡേഷൻ പ്രോസസ്സ് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കി ഇരിക്കണം എന്നുള്ളതാണ്. സോ ഇനി നമുക്ക് കൺസോളിഡേഷൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. നമ്മൾ 3 പ്രോപ്പർട്ടീസ് കണ്ടു കഴിഞ്ഞു, ഷിയർ സ്ട്രെങ്ത്, permeability, and third one is compressibility. Compressibility is the property of soil to be compressed, and that happens to the process of consolidation. Now നമുക്ക് consolidation process എന്താണെന്ന് നോക്കാം. Consolidation is that process that happens in soil where it is compressed or it is settled through the expulsion of pore water pressure under a static long term loading. സോ നിങ്ങൾ ഈ ഒരു ലോങ് ഡെഫിനിഷൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. സോ ബേസിക്കലി കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ തന്നെയാണ്. സോയിൽ ഹാപ്പൻ ചെയ്യുന്ന ഒരു കംപ്രഷൻ തന്നെയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ത്രൂ എക്സ്പെൽഷൻ ഓഫ് പോർ വാട്ടർ പ്രഷർ. അതാണ് നമുക്ക് മെയിൻ ക്യാച്ച് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയും. എങ്ങനെയാണ് കംപ്രഷൻ നടക്കുന്നത്? എക്സ്പെൽഷൻ ഓഫ് ദ പോർ വാട്ടർ പ്രഷർ. പോർ വാട്ടർ എന്ന് പറയുന്നത്
സോയിലിൻ്റെ ഇടയിലുള്ള വോയിഡ്സിലൊക്കെ ഉള്ള വാട്ടർ എക്സ്പെല് ചെയ്യുന്ന പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നടക്കുന്ന കംപ്രഷനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കംപ്രഷൻ in soil which take place due to the എന്തുകൊണ്ടാണ് due to the expulsion of pore water അണ്ടർ എന്ത് ടൈപ്പ് ഓഫ് ലോഡിങ് കൊടുക്കുമ്പോഴാണ് ഈ എക്സ്പെൽഷൻ ഓഫ് പോർ വാട്ടർ ഉണ്ടാകുന്നത്? അണ്ടർ സ്റ്റാറ്റിക് ലോങ് ടേം ലോഡിങ്. ഒരു ലോങ് ടേം കുറേയേറെ ഒരു നീണ്ട ലോഡിങ് എന്ന് പറയുന്നത് വർഷങ്ങളോളം വരും. നമ്മളൊക്കെ ഇരിക്കുന്ന ബിൽഡിങ്ങിൽ ഫൗണ്ടേഷൻ്റെ സോയിൽ എന്ന് പറയുന്നത് കൺസോളിഡേഷന് വിധേയമായിക്കൊണ്ടേ ഇരിക്കുകയാണ് വർഷങ്ങളോളം. അത് ഏത് ടൈപ്പ് ഓഫ് സോയിൽ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര കാലം അതെടുക്കും ഒരു ഫുള്ളി കൺസോളിഡേറ്റഡ് ആവാൻ എന്നൊക്കെ. സോ വർഷങ്ങളോളം എടുത്തിട്ടാണ് പല സോയിലുകളും ഫുള്ളി കൺസോളിഡേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ഫുള്ളി കംപ്രസ്ഡ് ആവുന്നത്. സോ ഒരു ലോങ് ടേം ലോഡിങ്ങിലൂടെ ഒരു കംപ്രഷൻ വരുന്നതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇതും കോംപാക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. കോംപാക്ഷൻ ഈസ് ഓൾസോ എ കംപ്രഷൻ ഓഫ് സോയിൽ വിച്ച് ഹാപ്പൻസ് ഡ്യൂ ടു ദ എക്സ്പെൽഷൻ ഓഫ് എയർ. അതായത് പോർ സ്പേസുകളിൽ സോയിലിൻ്റെ പോർ സ്പേസുകളിൽ എയറും ഉണ്ടാകും. എയറും എക്സ്പെൽ ചെയ്യുമ്പോൾ ഒരു കംപ്രഷൻ നടക്കും. അങ്ങനെ നടക്കുന്ന കംപ്രഷനാണ് നമ്മൾ കോംപാക്ഷൻ എന്ന് പറയുന്നത്. കോംപാക്ഷൻ ബേസിക്കലി ഒരു ലോങ് ടേം ലോഡിംഗ് അല്ല, ഒരു ഷോർട്ട് ടേം ലോഡിങ്ങിലൂടെയൊക്കെയാണ് അത് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സോയിൽ എടുത്തു, കുറച്ചൊരു ഹാമർ വെച്ചോ എന്തെങ്കിലും ഒരു ഉപകരണം വെച്ചോ ഒന്ന് കോമ്പാക്ട് ചെയ്യുക, ഒന്ന് ഇടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ സോയിലും ചെറുതായിട്ടൊന്ന് താഴും. അതിന് കോമ്പാക്ഷൻ എന്നാണ് പറയുന്നത്, അതിന് കൺസോളിഡേഷൻ എന്ന് പറയാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മൾ കാണാം ഒരു റോഡിലൊക്കെ ഒന്ന് സോയിലൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോളറുകളൊക്കെ ഒന്ന് ഉപയോഗിക്കാറുണ്ട്. അതിന് ഷോർട്ട് ടേം ലോഡിംഗ് ആണ്. അങ്ങനെ അവിടെ വരുന്ന കംപ്രഷൻ എന്ന് പറയുന്നത് കോമ്പാക്ഷൻ ആണ്. സോ ഇതൊരു ഫസ്റ്റ് പോയിന്റ് കൺസോളിഡേഷൻ്റെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് കോമ്പാക്ഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ ദ കംപ്രഷൻ ടേക്സ് പ്ലേസ് due to the expulsion of, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഡ്യൂ ടു ദ എക്സ്പെൽഷൻ ഓഫ് എയർ അണ്ടർ ഷോർട്ട് ടേം ലോഡിങ്. ചെറിയൊരു കുറച്ച് നേരത്തെ, അതായത് നമ്മൾ കൺസോളിഡേഷൻ പറഞ്ഞപ്പോൾ വർഷങ്ങളോളമായിരിക്കും ലോഡിങ്ങിൻ്റെ സമയമെന്ന് പറഞ്ഞു. ഇവിടെ ഷോർട്ട് ടേം ലോഡിങ് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോംപാക്ഷൻ. ദിസ് ഈസ് കോൾഡ് കോംപാക്ഷൻ. നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക എന്താണ് കോംപാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് കൺസോളിഡേഷൻ. എപ്പോഴും PSC ഒരു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ തരും, എന്നിട്ട് ഓപ്ഷനിൽ കോംപാക്ഷനും ഉണ്ടാവും കൺസോളിഡേഷനും ഉണ്ടാവും. സ്റ്റുഡൻസിന് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കോംപാക്ഷനും കൺസോളിഡേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കൺസോളിഡേഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സ്പെൽഷൻ ഓഫ് പോർ വാട്ടർ. ഇവിടെ കോംപാക്ഷൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സ്പെൽഷൻ ഓഫ് എയർ, ആൻഡ് ദിസ് ഈസ് അണ്ടർ ഷോർട്ട് ടേം ലോഡിംഗ് ആൻഡ് ദിസ് ഈസ് അണ്ടർ ലോങ് ടേം ലോഡിംഗ്. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കോംപാക്ഷനും കൺസോളിഡേഷനും തമ്മിലുള്ളത്. സോ അതാണ് നമ്മൾക്ക് കൺസോളിഡേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് കൺസോളിഡേഷൻ, ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോംപാക്ഷൻ. സോ അതെപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് ഓപ്ഷൻസിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ കാണേണ്ടത് വാട്ട് ഈസ് എ കംപ്രഷൻ കർവ് എന്നുള്ളതാണ്. വാട്ട് ഈസ് എ കംപ്രഷൻ കർവ്? സോ നമ്മൾ പറഞ്ഞു ലോഡിങ് അപ്ലൈ ചെയ്യുമ്പോൾ സോയിൽ വിൽ ഗെറ്റ് കംപ്രസ്ഡ്. സോ അതിനെ ഒരു ഗ്രാഫിക് രൂപത്തിൽ തരുന്നതാണ് കംപ്രഷൻ കർവ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ വൈ ആക്സിസിൽ വരുന്നത് വോയിഡ് റേഷ്യോ ആണ്, എക്സ് ആക്സിസിൽ വരുന്നത് ലോഗ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ആണ്. സോ ഇങ്ങനെയായിരിക്കും ഒരു ഡൗൺവേർഡ് ഗ്രാഫ് ആയിരിക്കും എപ്പോഴും കംപ്രഷൻ കർവ് വരുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി ദിസ് ബി E0 initial void ratio. Let the final void ratio be E final.
So the load corresponding to initial void ratio be log of ഇത് ലോഗ് സ്കെയിലാണ് എക്സ് ആക്സിസ് വരുന്നത്. സെക്കൻഡ് ഫൈനൽ ലോഡിംഗ് ബി ലോഗ് എഫ് ഡാഷ്. സോ നമ്മളൊരു പുതിയൊരു ടേം പഠിക്കണം, ബിക്കോസ് ദിസ് ടേം ഈസ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും കംപ്രഷൻ അല്ലെങ്കിൽ കൺസോളിഡേഷൻ അതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നത് ഈ ഒരു ടേം വഴിയാണ്. സോ ദാറ്റ് ടേം ഈസ് കോൾഡ് കംപ്രഷൻ ഇൻഡെക്സ്. കോഎഫിഷ്യൻ്റ് അല്ല, വെറും കംപ്രഷൻ ഇൻഡെക്സ്. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ കംപ്രഷൻ കർവിൻ്റെ സ്ലോപ്പ് ആയിട്ട് വരും. ദ സ്ലോപ്പ് ഓഫ് ദ കംപ്രഷൻ കർവ്, സ്ലോപ്പ് ഓഫ് ദ കംപ്രഷൻ കർവ്. ഇതാണ് കംപ്രഷൻ കർവ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് സി എന്നാണ് കംപ്രഷൻ കർവിന്റെ ഒരു ഡെസിഗ്നേഷൻ കാണിക്കുന്നത്. സോ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് E0 മൈനസ് ഇ ഫൈനൽ ഡിവൈഡഡ് ബൈ ലോഗ് ഫൈനൽ മൈനസ് ലോഗ് ഇനിഷ്യൽ. ഇതായിരിക്കും അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ ഒരു ഡിസ്റ്റൻസ് E0 മൈനസ് ഇ. സോ ഇതെങ്ങനെ വരും? ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ലോഗ് സിഗ്മ എഫ് ഡാഷ് ബൈ ലോഗ് സിഗ്മ, ഇങ്ങനെ വരും. സോ ദിസ് ഈസ് കോൾഡ് സി. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഇക്വേഷൻ, അതായത് കംപ്രഷൻ ഇൻഡെക്സിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി കംപ്രഷൻ കർവ്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മളെ ഒരു സ്ട്രെസ് സിഗ്മ എഫിൽ നിന്ന് സിഗ്മ നോട്ടിലേക്ക്, അല്ലെങ്കിൽ സിഗ്മ നോട്ടിൽ നിന്ന്, അതായത് ഇനീഷ്യൽ സ്ട്രെസ്സിൽ നിന്ന് സിഗ്മ എഫിലേക്ക് നമ്മൾ കൂട്ടുമ്പോൾ എത്രത്തോളം ചേഞ്ച് വോയിഡ് റേഷ്യോയിൽ വരുന്നു, അതാണ് സി എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ വോയിഡ് റേഷ്യോ കുറയത്തുള്ളൂ. കംപ്രസ്ഡ് ആകുമ്പോൾ അതിന്റെ വോയിഡ് റേഷ്യോ കൂടും, ഒന്നൊന്ന് കോമ്പാക്ട് ആവും. കോമ്പാക്ട് എന്ന് വെച്ചാൽ ഒന്ന് തിക്ക് ആവും. സോ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ആ വോയിഡ് റേഷ്യോയിലുള്ള ചേഞ്ച് ആണ്. ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് സിഗ്മ എഫ് ഡാഷ് ബൈ സിഗ്മ നോട്ട് ഡാഷ്. സോ ഈ കംപ്രഷൻ ഇൻഡെക്സ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഇസ് എ മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഇതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. സോ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിന് ഏതൊരു സ്ട്രെസ്സിനും അതിന്റെ സി സെയിം തന്നെ ആയിരിക്കും. സോ എപ്പോഴും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഈ ഒരു റിലേഷൻ, ഒരു പർട്ടിക്കുലർ സ്ട്രെസ് ചേഞ്ചിന് ഒരു ഇ തരും, വേറൊരു സ്ട്രെസ് ചേഞ്ചിന് എത്രയായിരിക്കും ചേഞ്ച് ഓഫ് ഇ. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇനി വരുന്നത്, സോ സി നമ്മൾ കണ്ടു. ഇനി വരുന്നത് വാട്ട് ഈസ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. സി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സിയിൽ നിന്ന് ഇടയ്ക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. കംപ്രഷൻ ഇൻഡെക്സ്, അതിൻ്റെ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണം. സോ വാട്ട് ഈസ് കംപ്രഷൻ ഇൻഡെക്സ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. എന്താണ് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ അല്ലെങ്കിൽ OCR? Over consolidation ratio is the ratio between OCR is equal to sigma C dash divided by sigma V naught dash. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സിഗ്മ സി ഡാഷ് എന്ന് പറയുന്നത് പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ്. പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കൺസെപ്റ്റൽ കാര്യങ്ങളൊന്നും അറിയണം. നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം അടുത്തത് നെക്സ്റ്റ് ആയിട്ട്. എന്താണ് പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് എന്ന് പറയുന്നത്? ദ മാക്സിമം സ്ട്രെസ് അറ്റ് വിച്ച് soil is consolidated. ആ സോയിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മാക്സിമം സ്ട്രെസ്. ഇപ്പം ഞാനൊരു 10 കിലോ ന്യൂട്ടണിൽ വരെ സോയിൽ ഇങ്ങനെ ലോഡ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കും അതിൻ്റെ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ്. ഇനി സിഗ്മ വി നോട്ട് ഡാഷ് എന്ന് പറയുന്നത് പ്രസന്റ് സ്ട്രെസ്, പ്രസന്റ് വെർട്ടിക്കൽ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ
പ്രസന്റ് എഫക്റ്റീവ് സ്ട്രെസ്, ഇപ്പോൾ ഉള്ള സ്ട്രെസ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡ് ചെയ്ത് എത്തിച്ചു അത് കൺസോളിഡേറ്റ് ചെയ്തു, എന്നിട്ട് അതൊന്ന് റിലീസ് ചെയ്തു, എന്നിട്ട് ഞാൻ പിന്നെയും ലോഡ് ചെയ്തു. അവർ 5 കിലോ ന്യൂട്ടണിലാണ് ലോഡ് ചെയ്തതെങ്കിൽ അതിന്റെ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് എത്രയായിരിക്കും? 10 കിലോ ന്യൂട്ടൺ തന്നെയായിരിക്കും. ബിക്കോസ് 10 കിലോ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് എന്ന് പറയുന്നതാണ് അതിന്റെ മാക്സിമം എഫക്റ്റീവ് സ്ട്രെസ് ടു വിച്ച് ഇറ്റ് ഇസ് കൺസോളിഡേറ്റഡ്. അത് കൺസോളിഡേറ്റ് ചെയ്ത് അപ്പം 10 കിലോ ന്യൂട്ടൺ എന്നുള്ളതായിരിക്കും അതിന്റെ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ്. സിഗ്മ വി നോട്ട് എന്ന് പറയുന്നതായിരിക്കും 5 കിലോ ന്യൂട്ടൺ. ബിക്കോസ് ഞാൻ ആ ഒരു 10 കിലോ ന്യൂട്ടൺ എടുത്ത് മാറ്റി എന്നിട്ട് ഒരു 5 കിലോ ന്യൂട്ടൺ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രസന്റ് സ്ട്രെസ് എത്രയായിരിക്കും? 5 കിലോ ന്യൂട്ടന്റെ സ്ട്രെസ് ആയിരിക്കും. പക്ഷേ പ്രീ കൺസോളിഡേഷൻ സ്ട്രെസ് 10 കിലോ ന്യൂട്ടൺ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതൊന്നും വറി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വറി ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് what is under consolidated soil and not under consolidated, over consolidated soil and normally consolidated soil. ഒരു നോർമലി കൺസോളിഡേറ്റഡ് സോയിലിന്റെ ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സോയിലിന്റെ OCR എന്ന് പറയുന്നത്, ഓവർ കൺസോളിഡേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു നിമിഷത്തിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ സ്ട്രെസ് തന്നെയായിരിക്കും. അപ്പം ബോത്ത് സിഗ്മ സി ഡാഷ് വിൽ ബി ഈക്വൽ ടു സിഗ്മ വി നോട്ട് ഡാഷ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് ആ നിമിഷത്തിൽ ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് അതിന്റെ അത് അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രെസ് തന്നെയാണ്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഓവർ കൺസോളിഡേറ്റഡ് സ്ട്രെസ്, ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ. ഇത് നോർമലി കൺസോളിഡേറ്റഡ് സോയിൽ. ഓവർ കൺസോളിഡേറ്റഡ് സോയിലിന് OCR വിൽ ബി ഗ്രേറ്റർ ദാൻ 1. OCR എപ്പോഴും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് OCR greater than 1 for over consolidated soil. So over consolidated soil എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 10 കിലോ ന്യൂട്ടൺ സ്ട്രെസ്സിൽ നിങ്ങൾ ഒരു സോയിൽ കൺസോളിഡേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് അതെടുത്ത് മാറ്റി ഒരു 5 കിലോ ന്യൂട്ടൺ സ്ട്രെസ് കൊടുക്കുക എന്ന് വിചാരിക്കുക. സോ അത് ഓൾറെഡി കൺസോളിഡേറ്റഡ് ആയി കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ഒരു 10 കിലോ അതിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് അതിൽ കുറച്ച് സ്ട്രെസ്സാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അതപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ഇത് കൂടുതലായിരിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് ഓവർ കൺസോളിഡേറ്റഡ് സോയിൽ. കുറേ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് നോർമൽ കൺസോളിഡേറ്റഡ് സോയിലിൻ്റെ OCR എത്രയായിരിക്കും? ഇസ് ഈക്വൽ ടു 1. ഓവർ കൺസോളിഡേറ്റഡ് സോയിലിൻ്റെ OCR എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഇനി വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൺസോളിഡേഷൻ തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് രൂപീകൃതമായിട്ടുണ്ട്. അതിനെ ടെർസാഗീസ് കൺസോളിഡേഷൻ തിയറി എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പറയില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ടെർസാഗി ഫോർമുലേറ്റ് ചെയ്ത ഒരു കൺസോളിഡേഷൻ തിയറി ഉണ്ട്. അതാണ് ബേസിക്കലി ഒരു സോയിലിൻ്റെ കൺസോളിഡേഷൻ ഗവേൺ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. സോ ആ തിയറി ഒന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. ഈ തിയറിയുടെ ഭാഗമായിട്ട് നമുക്ക് വന്ന ഒരു ടോപ്പിക് ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അതിനെ CV എന്നാണ് പറയുന്നത്. പിന്നെ വന്നത് TV എന്നുള്ളതാണ്. അതിനെ ടൈം ഫാക്ടർ എന്നും പറയും. So this will be coefficient of consolidation and the other one will be time factor. പിന്നെ നെക്സ്റ്റ് വരുന്ന നമ്മൾ ആദ്യം പഠിച്ച CC വരുന്നുണ്ട്. പിന്നെ വരുന്നത് U. What is U? Degree of consolidation. ഡിഗ്രി ഓഫ് അപ്പോൾ നിങ്ങൾ ഈ 3 ടേം, അതായത് ഈ ടെർസാഗീസ് തിയറിയിൽ നിന്ന് വന്ന ആ തിയറിയുടെ ഭാഗമായിട്ട് വന്ന 3 ടേമാണ് CV, TV, U. നിങ്ങൾ ഇതിൻ്റെ ഡെഫിനേഷൻസ് ഞാൻ പറയാം. ഈ 3 ഫാക്ടറുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോബ്ലംസ് കിട്ടും.
ഈ എക്സാമിന് ജിയോടെക്കൽ പാർട്ടിൽ നിന്ന് ഈ കഴിഞ്ഞ ഇറിഗേഷനോ PWDന്നോ ഏതോ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ നടന്ന ഈ എക്സാമിൽ നിന്നും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ പ്രോബ്ലമും ഈ ഒരു 3 ടേമിനെ ബേസ് ചെയ്തിട്ടാണ് മെയിൻലി ചോദിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം, അതായത് ഈ തിയറിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പഠിക്കണം. സോ അതിൻ്റെ ഫോർമുലാസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഈ 3 ടേം പരിചയമായി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. CV എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ, TV എന്ന് പറയുന്നത് ടൈം ഫാക്ടർ, U എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. CV എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ. ഇറ്റ് വിൽ ബി സെയിം ഫോർ മെറ്റീരിയൽ പ്രോപ്പർട്ടി. നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, അത് തെർസാഗിയുടെ തിയറിയിൽ നിന്ന് വന്ന ഒരു ഫാക്ടറാണ് CV എന്ന് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ. ഇറ്റ് വിൽ ബി സെയിം ഫോർ എ മെറ്റീരിയൽ. ഇത് ഞാൻ പറയാൻ കാര്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. സെയിം ഫോർ എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ, അതായത് ഒരു സോയിൽ എടുത്താൽ, ഒരു ക്ലേ സോയിൽ എടുത്താൽ അതിന് ഒരു പെർട്ടിക്കുലർ സോയിൽ എടുത്താൽ അതിനൊരു പെർട്ടിക്കുലർ CV ആയിരിക്കും. വേറൊരു സോയിൽ എടുത്താൽ അതിന് വേറൊരു CV ആയിരിക്കും. വേറൊരു സാൻഡോ സിൽറ്റി സോയിൽ എടുത്താൽ അതിന് വേറൊരു CV ആയിരിക്കും. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് സോയിൽ ദ CV വിൽ ഓൾസോ ചേഞ്ച്. ഇനി നെക്സ്റ്റ് വരുന്നത് പറഞ്ഞാൽ TV ആണ്. നമ്മൾ പറഞ്ഞ TV എന്ന് പറയുന്നത് ടൈം ഫാക്ടർ. ഇറ്റ് ഡിറ്റർമൈൻസ് ദ റേറ്റ് ഓഫ് സെറ്റിൽമെന്റ്. ഏത് റേറ്റിൽ നമുക്ക് പെട്ടെന്നാണോ അത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്, അതോ കുറച്ച് പയ്യാണോ കൺസോളിഡേറ്റ് ചെയ്യുന്നത് എന്ന് നിർണ്ണയിക്കുന്ന ഫാക്ടർ അല്ലെങ്കിൽ ആ ടേം ആണ് ഈ ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ ടൈം ഫാക്ടർ, ടൈം ആണ് അതിൻ്റെ മെയിൻ ഒരു കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് എന്തായാലും പഠിക്കണം. CVT/d². CVT/d² എന്നുള്ളതാണ് ടൈം ഫാക്ടറിൻ്റെ ഫോർമുല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും. കൺഫ്യൂസിങ് പ്രോബ്ലമാണ്. മിക്ക സ്റ്റുഡൻസിനും ഇത് തെറ്റാറുണ്ട്, തെറ്റുകയാണ് ചെയ്യുന്നത്, അത് വിടുകയല്ല, അവർ അറ്റംപ്റ്റ് ചെയ്ത് തെറ്റുകയാണ് പതിവ്. സോ ഇതിൽ നിന്ന് നമ്മൾക്ക് പ്രോബ്ലംസ് ചോദിക്കും. സോ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് TV എന്താണ്, അതൊരു ഫാക്ടറാണ്, അതിനൊരു യൂണിറ്റ് ഒന്നുമില്ല, അതൊരു ഫാക്ടറാണ്. പിന്നെ CV എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ. ഇറ്റ് വിൽ ബി സെയിം ഫോർ എ പെർട്ടിക്കുലർ മെറ്റീരിയൽ, അതും ഒരു ടൈപ്പ് ഓഫ് കോൺസ്റ്റന്റ് ആണ്. ഈ T എന്ന് പറയുന്നത് ടൈം ഫോർ കൺസോളിഡേഷൻ. കൺസോളിഡേഷൻ നടക്കാനുള്ള ടൈം എത്രയാണോ അതിനെയാണ് T എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് ടൈമിൻ്റെ യൂണിറ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഇയർ, ഇറ്റ് ക്യാൻ ബി മിനിറ്റ്, ഇറ്റ് ക്യാൻ ബി ഹവേഴ്സ്, എത്ര വേണമെങ്കിലും ടൈമിൻ്റെ യൂണിറ്റ് ആണ് Tക്കുള്ളത്. ഇറ്റ്സ് എ ടൈം ഫോർ കൺസോളിഡേഷൻ. D എന്ന് പറയുന്നത് ഡ്രെയിനേജ് പാത്തിൻ്റെ ലെങ്ത് ആണ്. ഡ്രെയിനേജ് പാത്ത് ലെങ്ത്. സോ ഡ്രെയിനേജ് പാത്തിൻ്റെ ലെങ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. സപ്പോസ് നിങ്ങളൊരു സോയിൽ സ്ട്രാറ്റം എടുക്കും. ഇതൊരു സോയിൽ സ്ട്രാറ്റമാണെന്ന് വിചാരിക്കാം. ഇവിടെ വാട്ടർ ഉണ്ടല്ലോ, ഇത് കൺസോളിഡേറ്റ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ, അതായത് ഇത് എക്സ്പെല് ചെയ്ത്, അത് ഇതിലുള്ള വാട്ടർ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഡ്രെയിനേജ് പാത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രെയിനേജ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് ഈ വാട്ടറിന് സഞ്ചരിക്കേണ്ട ഡിസ്റ്റൻസ് ആണ്, മാക്സിമം ഡിസ്റ്റൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സപ്പോസ് ഇതിൽ ഈ ഒരു പാർട്ട്, അതായത് ഇവിടെ സോയിലുണ്ട്, ഇവിടെ ഇതും പെർമിയബിൾ ആണ്, ഇതും പെർമിയബിൾ ആണ് എന്നുണ്ടെങ്കിൽ വാട്ടറിന് 2 രീതിയിലേക്കും സഞ്ചരിക്കാം. ഇങ്ങോട്ടും പോവാം, ഇങ്ങോട്ടും പോവാം. മറിച്ച് ഒരു സപ്പോസ് ഇത് സോയിലാണ്, ഇവിടെ വാട്ടറാണ്, ഇവിടെ ഹൈലി ഇംപെർമിയബിൾ ആണ്, ഭയങ്കര സ്ട്രോങ് ലെയറാണ്, ഭയങ്കര കട്ടിയുള്ള ലെയർ ആണെങ്കിൽ വാട്ടറിന് ഈ ഒരു പോർഷനിലേക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. ഇങ്ങോട്ടാണെങ്കിൽ ഈ വഴിയും പോവാം, ഈ വഴിയും പോവാം. ദാറ്റ് ഈസ് കോൾഡ് കൺസോളിഡേഷൻ. ഈ വഴിയും 2 എക്സ്പെല് ചെയ്ത് പോകുന്നതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ഇതും കൺസോളിഡേഷൻ തന്നെയാണ്, പക്ഷേ ഇതിൽ ഡ്രെയിനേജിൻ്റെ ലെങ്ത്ത് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ഡ്രെയിനേജ് ലെങ്ത്ത് പറയുന്നത്, ഇതിപ്പോൾ സപ്പോസ് ഇതിൻ്റെ തിക്നെസ് H ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഡ്രെയിനേജ് ലെങ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഡ്രെയിനേജ് ലെങ്ത്ത് എത്രയായിരിക്കും? H/2 ആയിരിക്കും.
h/2. കാരണം ഇവിടെയുള്ള ഒരു 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 വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. സോ അതിന്റെ ഡ്രെയിനേജ് ലെങ്ത് എന്ന് പറഞ്ഞത് h/2 ആയിരിക്കും. മറിച്ച് ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു പാർട്ടിൽ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. ഒരു വശത്തേക്കൂടെ മാത്രമേ ഡ്രെയിനേജ് സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ ഹൈലി ഇംപെർമിബിൾ ആണ്. സോ ഇത് ഹൈലി തിക്ക് ആയിരിക്കും. സോ ഇവിടെ നമുക്ക് വാട്ടറിന് പോകാൻ സാധിക്കില്ല. ഒരു വശത്തേക്കൂടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. സോ ഇതിന്റെ ഡ്രെയിനേജ് ലെങ്ത് എത്രയായിരിക്കും? ഫുൾ h ആയിരിക്കും. ഫുൾ തിക്നെസ്സും അതിന് സഞ്ചരിക്കേണ്ടി വരും. സോ അത് നിങ്ങൾ ഓർത്തിരിക്കുക. സോ ഇതിനെ നമ്മൾ വിളിക്കേണ്ടത് സിംഗിൾ ഡ്രെയിനേജ് എന്നാണ്. സോ ദിസ് ഈസ് കോൾഡ് ഡബിൾ ഡ്രെയിനേജ്. രണ്ട് രീതിയിൽ, അതായത് രണ്ട് വശത്തേക്കും നമുക്ക് ഡ്രെയിനേജ് സാധ്യമാണ് എന്നുണ്ടെങ്കിൽ, അതായത് മുകളിലേക്കും പോവാം താഴേക്കും പോവാം എന്നുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഡ്രെയിനേജ് എന്ന് വിളിക്കും. ഇതിനെ സിംഗിൾ ഡ്രെയിനേജ് എന്ന് വിളിക്കും. ഒരു വശത്തേക്കിടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. സോ ക്വസ്റ്റ്യൻ, അതായത് പ്രോബ്ലം ചോദിക്കുന്നതിലെ കാര്യമെന്ന് പറയുന്നത് ഡ്രെയിനേജ് ലെങ്ത് തരും. either it will be double drainage or single drainage. അത് എന്ത് ഡ്രെയിനേജ് ആണെന്ന് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കണം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഇസ് എ മെയിൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോയിന്റ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ഡി എന്ന് പറയുന്നത് ഡ്രെയിനേജ് ലെങ്ത് ആണ്. വേർ ദ ഡ്രെയിനേജ് ലെങ്ത് എന്ന് പറയുന്നത് വാട്ടറിന് സഞ്ചരിക്കേണ്ട, അത് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഞ്ചരിക്കേണ്ട പാത്താണ്, ഏറ്റവും മാക്സിമം പാത്താണ്. സോ ഡബിൾ ഡ്രെയിനേജ് ആണ്, ഈ മുകളിലും താഴെയുമാണെങ്കിൽ h/2 ആയിരിക്കും. സിംഗിൾ ഡ്രെയിനേജ് ആണ് h ആയിരിക്കും. h എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ സോയിൽ. ഏത് സോയിലാണോ കൺസോളിഡേറ്റ് ചെയ്യുന്നത് ആ സോയിലിന്റെ തിക്നെസ് ആണ് h എന്ന് പറയുന്നത്. ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോൾ h/2, സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പോൾ h. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഡിയുടെ കാര്യം പറഞ്ഞു, ടിയുടെ കാര്യം പറഞ്ഞു, നമ്മൾ എത്രത്തോളം നമ്മൾ എത്ര ടൈം എടുക്കും. സി വിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ഫോർ എ പർട്ടിക്കുലർ, അതൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, ഒരു മെറ്റീരിയലിനുള്ള പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്ന് പറയുന്നത് ടി വിയെ കുറിച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് കാണാം. ടി വി എന്ന് പറയുന്നത് ടൈം ഫാക്ടർ എന്ന് ഞാൻ പറഞ്ഞു. ടൈം ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിപ്പെൻഡൻ്റ് ഓൺ, ടൈം ഫാക്ടർ ഈസ് എൻറ്റയർലി ഡിപ്പെൻഡൻ്റ് ഓൺ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. എന്താണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എന്ന് ഞാൻ പറയാം. ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ U, ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. സോ U എന്ന് പറയുന്നത്, ഈ ടി വി എന്ന് പറയുന്നത് യുവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മറിച്ച് സി വി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്താണ് യു എന്ന് നോക്കാം. യു എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ, എത്രത്തോളം കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ നടക്കുമ്പോൾ ഒരു ടോട്ടൽ സെറ്റിൽമെന്റ്, നമുക്കൊരു ഫൈനൽ സെറ്റിൽമെന്റ് SF എന്ന് എടുക്കുകയാണെങ്കിൽ, ഒരു ഫൈനൽ ഒരു സോയിൽ ഫുള്ളി കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ അതിന് നടക്കുന്ന കംപ്രഷൻ എത്രയായിരിക്കും? SF എന്ന് എടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, അതാണ് ഫൈനലി നടക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് ഒരു പോയിന്റ് എടുക്കുന്നു, ഇടയ്ക്ക് ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് S സെറ്റിൽമെന്റ് നടന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. സോ എനിക്ക് സപ്പോസ് ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു ബിൽഡിങ്ങിൽ കൺസോളിഡേഷൻ നടക്കുമ്പോൾ അതിൽ 10 mm കൺസോളിഡേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ നടക്കും ഫൈനലി എല്ലാ കുറേ വർഷങ്ങൾക്കൊക്കെ ശേഷം. പക്ഷെ നമ്മൾ ഒരു 5 വർഷം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ കംപ്രഷൻ ആയിരിക്കും, MM കംപ്രഷൻ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. സോ എത്രത്തോളം കംപ്രഷൻ നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ എത്രത്തോളം കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞു എന്നുള്ളതിനെ ആണ് നമ്മൾ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഇൻടു 100. സോ എനിക്കിപ്പം മൊത്തം ഫൈനലി കുറേ 50 വർഷങ്ങൾക്ക് ശേഷം അത് ഫുള്ളി കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 10 mm സപ്പോസ് ഫൈനൽ സെറ്റിൽമെൻറ്റ് കിട്ടും എന്ന് വിചാരിക്കാം. ഞാനെനിക്ക് ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് 5 mm സെറ്റിൽമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. സോ അതിൻ്റെ അർത്ഥം എന്താണ്? മൊത്തം 10 mm കിട്ടും, എനിക്കിപ്പോൾ 5 mm കിട്ടി, ഓൾറെഡി പകുതി കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. സോ ഡിഗ്രി ഓഫ്, അപ്പം അത് നമുക്ക് 50% കൺസോളിഡേഷൻ നടന്നു എന്ന് പറയാം. സോ അതിനെയാണ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ അല്ലെങ്കിൽ യു എന്നുള്ള ഇതിൽ സൂചിപ്പിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ഓഫ് കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞു. സോ ആ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ടി വി ഇരിക്കുന്നത്. സോ ടി വിയുടെ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് ടി വി ഈസ് π/4 U/100². ഇത് ഇവിടെ യു പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പം ഞാൻ 50% കൺസോളിഡേഷൻ നടന്നു കഴിഞ്ഞുവെങ്കിൽ ടി വി എത്രയെങ്കിൽ 50/100 അതിൻ്റെ സ്ക്വയർ എടുക്കുക. 50/100 എന്ന് പറയുന്നത് 1/2
അതിൻ്റെ സ്ക്വയർ എടുക്കുക π/4 അങ്ങനെയാണ് പോകേണ്ടത്. സോ അത് ചില ഭയങ്കര ഇത്തിരി ടഫ് പ്രോബ്ലം വരുമ്പോൾ മാത്രമേ ഇത് നോക്കുകയുള്ളൂ. കുറച്ച് കാൽക്കുലേഷൻ കൂടുതലുമുണ്ട്. സോ ജസ്റ്റ് നിങ്ങൾ ആ ഫോർമുല ഓർത്ത് വയ്ക്കുക. മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ദിസ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് കുറച്ചൊരു അഡ്വാൻസ് ലെവലിലേക്ക് പ്രോബ്ലം പോയാൽ മാത്രമേ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് CV ഇറ്റ് വിൽ ബി സെയിം ഫോർ എ മെറ്റീരിയൽ. TV ഡിപ്പെൻഡ്സ് ഓൺ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. ഇപ്പം 50% ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണെങ്കിൽ TV രണ്ടിനും സെയിം ആയിരിക്കും. മറിച്ച് വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആണെങ്കിൽ TV വ്യത്യാസപ്പെടും. സോ T ആണെങ്കിൽ ടൈം ഓഫ് കൺസോളിഡേഷൻ എത്ര ടൈം എടുക്കുമെന്നുള്ളത്. D ആണെന്ന് പറയുന്നത് ഡ്രെയിനേജ് ലെങ്ത്. ഡബിൾ ഡ്രെയിനേജിന് എത്രയായിരിക്കും? h/2. സിംഗിൾ ഡ്രെയിനേജിന് h. ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നാം പറഞ്ഞു ഈ ഒരു ഫോർമുല TV = CVT/d² എന്നുള്ള ഫോർമുലയാണ് നമ്മുടെ സ്റ്റാർ ഫോർമുല എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്. നമ്മൾ കൺസോളിഡേഷൻ്റെ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ TV = CVT/d² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് ഇത് മുന്നേ PSC ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഈ പ്രോബ്ലം നിങ്ങൾ ഇപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സാച്ചുറേറ്റഡ് ക്ലേ ലെയർ വിത്ത് സിംഗിൾ ഡ്രെയിനേജ് ഫേസ് takes this time in this consolidation and clay layer had double drainage and then എത്ര സമയമെടുക്കും എന്നുള്ളതാണ്. സോ ഇവിടെ രണ്ട് കേസ് ഉണ്ട്. ഫസ്റ്റ് കേസ് നമുക്ക് എന്ത് നോക്കാം? സിംഗിൾ ഡ്രെയിനേജ്. സോ H, നമ്മൾ സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പം നമ്മൾ H എന്ന് പറയും, ഡബിൾ ഡ്രെയിനേജ് ആകുമ്പം h/2. നമുക്കിത് ഫസ്റ്റ് കേസ്, ഇത് സെക്കൻഡ് കേസ് എന്ന് നോക്കാം. ഡീറ്റെയിൽ സൊല്യൂഷനാണ്. നമുക്ക് PSCക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യരുത്. നമുക്കിത് കൺസെപ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നതാണ്. സോ ഫസ്റ്റ് കേസിൽ എന്താണ്? H. D എന്താണ്? H. ഫേസ് ടേക്സ് 4 years. 4 years എന്ന് പറയുമ്പോൾ T എന്തായിരിക്കും? 4 years. To attain 50 degree of consolidation. So U എന്താണ്? 50 degree, 50%. സോ ഈ നെക്സ്റ്റ് കേസ് വരുന്നത് ഇഫ് ദ ക്ലേ ലെയർ ഹാഡ് ഡബിൾ ഡ്രെയിനേജ്. അതാണ് അവിടുത്തെ ക്യാച്ച്. മെയിൻ കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഡ്രെയിനേജ് ആണ്. സെക്കൻഡ് കേസ് വരുമ്പോൾ ഇത് ഡബിൾ ഡ്രെയിനേജ് ആണ്. ഡബിൾ ഡ്രെയിനേജ് വരുമ്പോൾ D എന്ത് വരും? സെക്കൻഡ് കേസ് എടുക്കാം. D = h/2. Then the time taken to attain 50 degree of consolidation. അപ്പം നമുക്ക് T ആണ് അറിയില്ലാത്തത്. സോ നമുക്ക് പിന്നെന്താ? U = 50% എന്ന് തന്നെ പറയാം. സോ ഇനി നമുക്ക് അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് TV = CVT/d² എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ്. കാരണം ഈ ഒരു ഫോർമുലയിലാണ് നമുക്ക് T എന്നുള്ള, അതായത് ടൈം, എന്താ പറയുക, ടൈം ഓഫ് കൺസോളിഡേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. സോ ദീസ് ആർ ദ ബോത്ത് 2 കേസസ്. സോ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, CV എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. സെയിം മെറ്റീരിയൽ ആണെങ്കിൽ CV ചേഞ്ച് ചെയ്യില്ല. സോ CV വിൽ ബി കോൺസ്റ്റൻറ്റ്. പിന്നെ TV എന്ന് പറയുന്നത് എൻറ്റയർലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ. സോ ഡിഗ്രി ഓഫ് കൺസോളിഡേഷൻ ആദ്യം 50% ആയിരുന്നു, പിന്നെയും 50% ആയിരുന്നു. സോ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. CVയും TVയും രണ്ട് കേസിലും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇനി വരുന്നത് നമുക്ക് T ആദ്യത്തെ കേസിൽ എത്രയായിരുന്നു? 4 years. രണ്ടാമത്തെ കേസിൽ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ കേസിൽ D എത്രയായിരുന്നു? ആദ്യത്തെ കേസിൽ സിംഗിൾ ഡ്രെയിനേജ് അല്ലേ പറഞ്ഞു. അപ്പം D = H. രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ h/2. സോ ഫസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, TV = CV × 4 / സിംഗിൾ ഡ്രെയിനേജ് അല്ലേ, അപ്പം h². രണ്ടാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ TV = CVT/ എന്തായിരിക്കും? h/2² എന്ന് പറയുമ്പം h/2². സോ രണ്ട് കേസിലും TV സെയിം ആയിരിക്കും. സോ നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം. സോ എന്താവും? CVT/h² = CVT/h². h/2². സോ CV രണ്ട് കേസിലും സെയിം ആയിരിക്കും. സോ നമുക്കിത് കട്ട് ചെയ്യാം. സോ ഈ കേസിൽ നമുക്ക് ഇവിടെ 4 ആണ്. ഓക്കെ, സോ ഇവിടെ 4 years ആണ്. സോ ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് കട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് വരും? ഇതിൽ നമുക്ക് എന്ത് കിട്ടും? 4/h².
ഈസ് ഈക്വൽ ടു ടി ബൈ നമുക്കിവിടെ എച്ച് സ്ക്വയർ ഇട്ടും ഇതൊരു 2 സ്ക്വയർ എന്ന് പറയുന്നത് ഇത് ന്യൂമറേറ്ററിൽ പോകും. സോ ദിസ് വിൽ ബി 4 ബൈ എച്ച് സ്ക്വയർ എന്ന് വരും. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടി എത്ര കിട്ടും? 1 ഇയർ. സോ ഉത്തരം എന്താണ്? 1 ഇയർ. സോ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് ഈ ഫോർമുല ബേസ് ചെയ്തിട്ട് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ടി വി ഇസ്ക്വൽ ടു സി വി ടി ബൈ ഡി സ്ക്വയർ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ടി വി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ സെയിം ആണെങ്കിൽ അതും സെയിം ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സി വി എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ സെയിം ആണെങ്കിൽ സെയിം ആയിരിക്കും. സോ സി വി രണ്ട് നമ്മളിങ്ങനെ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ സി വി രണ്ടും പോകും. ഇത് ഇക്വേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ടി വി രണ്ട് കേസിലും സെയിം ആയിട്ടുള്ളത് കൊണ്ടാണ്. സോ 4 ബൈ എച്ച് സ്ക്വയർ ഇസിക്കൽ ടു ടി ബൈ ഇതറിയാലോ എച്ച് ബൈ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എച്ച് ബൈ 2 സ്ക്വയർ എന്ന് എച്ച് സ്ക്വയർ 2 സ്ക്വയർ മോളിൽ പോകും. 4 ബൈ എച്ച് സ്ക്വയർ ടി ഇൻറ്റു 4 ബൈ എച്ച് സ്ക്വയർ. സോ ഈ ഒരു എച്ച് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. 4ഉം ക്യാൻസൽ ചെയ്യും. ഇവിടെ 1 വരും. സോ ടി ഈസിക്കൽ ടു 1 ഇയർ ആണ് ആൻസർ വരുന്നത്. ഇതിൽ വേറൊരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം നമുക്ക് നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് ഇത് പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്ക് പറയുള്ളൂ. ഈസി ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞു സിംഗിൾ ഡ്രെയിനേജ് ആകുമ്പം 4 വർഷം എടുക്കും. സെയിം കൺസോൾട്ടേഷൻ തന്നെ ഡബിൾ ഡ്രെയിനേജ് ആകുമ്പോൾ എത്ര വർഷം എടുക്കുന്നതാണ്? ഡബിൾ ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രെയിൻ ചെയ്ത് പോകാൻ പറ്റും. മുകളിൽ നിന്നും പറ്റും, താഴെ നിന്നും പറ്റും. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും 4 ഇയറിൻ്റെ അത്രയും എടുക്കില്ല. നമുക്ക് സെയിം ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ തന്നെയാണ് രണ്ടാമത്തെ കേസിലും വരുന്നത്. സോ 4 ഇയറിൻ്റെ അത്ര എടുക്കില്ല. സോ 4 ഇയറിൽ താഴെ ആയിരിക്കും എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. സോ ആദ്യമേ തന്നെ ഈ സിയും ഡിയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കറക്കി കുത്തണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏതർ എയോ ബിയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് ചെറിയൊരു ട്രിക്കാണ്. നിങ്ങൾക്ക് എന്തായാലും സിംഗിൾ ഡ്രെയിനേജിൽ നിന്ന് ഡബിൾ ഡ്രെയിനേജിലേക്ക് പോകുമ്പോൾ നമുക്ക് സമയം കുറവായിരിക്കും. കാരണം 2 രീതിയിലേക്ക് പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകും സാധനം. അപ്പോൾ അതുകൊണ്ട് 4 ഇയറിലേക്ക് താഴെ ആയിരിക്കും എന്തായിരിക്കും ആൻസർ എന്ന് അറിയാൻ പറ്റും. നമുക്ക് ഭാഗ്യം ചിലപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബി എന്നുള്ള ഓപ്ഷൻ 2 ഇയർ എന്ന് പറയുന്നത് ചിലപ്പോൾ 6 ഇയർ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ തന്നിരിക്കുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 1 ഇയർ അപ്പം തന്നെ ഈ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ അതൊരു ട്രിക്കാണ്. അത് ഓർത്തിരിക്കുക. ഈ ചെയ്ത പ്രൊസീജിയറും ഓർത്തിരിക്കുക. ദിസ് ഈസ് സിമ്പിൾ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. പലരും തെറ്റിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് എന്തായാലും ഈ ഒരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും.